ഉപ്പളയിൽ ATM കൗണ്ടറിൽ പണം നിറക്കുന്നതിനിടെ പട്ടാപ്പകൽ വാഹനം തകർത്ത് 50 ലക്ഷം രൂപ കൊള്ളയടിച്ച കേസിലെ പ്രധാന പ്രതി പിടിയിൽ. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ നിന്നാണ് മഞ്ചേശ്വരം പോലീസ് ഇയാളെ സാഹസികമായി കീഴ്പ്പെടുത്തിയത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. തമിഴ്നാട് തൃച്ചി രാംജിനഗർ ഹരിഭാസ്കർ കോളനിയിലെ കാർവർണൻ എന്ന 28-കാരനെയാണ് കുപ്രസിദ്ധമായ തിരുട്ട് ഗ്രാമത്തിൽ വെച്ച് കാസർഗോഡ് DYSP CK സുനിൽകുമാർ, മഞ്ചേശ്വരം ഇൻസ്പെക്ടർ അനൂപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി D ശില്പയുടെ മേൽനോട്ടത്തിലാണ് പ്രതിയെ കണ്ടെത്തിയതും അറസ്റ്റ് ചെയ്തതും. 3 അംഗ കൊള്ളസംഘത്തിലെ മുത്തുകുമാരനെ നേരത്തെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു. ഇതറിഞ്ഞതോടെ മാസങ്ങളായി മറ്റ് 2 പ്രതികളും വിവിധ സംസ്ഥാനങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു. ഇതിനിടെ ഇരുവരും സ്വന്തം നാടായ തിരുട്ട് ഗ്രാമത്തിൽ ഇടയ്ക്കിടെ വന്നു പോകുന്നുണ്ടെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇതിന് പിന്നാലെ തന്നെ സ്ഥലത്തെത്തിയ മഞ്ചേശ്വരം പോലീസ് വേഷം മാറി ഇവിടെ താമസിച്ച് പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഒടുവിൽ കാർവർണനെ തിരിച്ചറിഞ്ഞ പോലീസ് ഇയാളെ പിടികൂടാനായി വളഞ്ഞുവെച്ചു. ഇതോടെ പോലീസിനെ തള്ളിമാറ്റി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സേനാംഗങ്ങൾ സാഹസികമായി കീഴടക്കുകയായിരുന്നു. SI-മാരായ രതീഷ് ഗോപി, ദിനേശ് രാജൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അബ്ദുൾ ഷുക്കൂർ, സിവിൽ പോലീസ് ഓഫീസർ PK ഗിരീഷ് എന്നിവരും പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. 2024 മാർച്ച് 27-നാണ് കേസിനാസ്പദമായ സംഭവം. ഉപ്പളയിലെ ATM കൗണ്ടറിൽ പണം നിറയ്ക്കാനായി എത്തിയ വാഹനത്തിൽ നിന്നാണ് പ്രതികൾ പട്ടാപ്പകൽ 50 ലക്ഷം രൂപ കൊള്ളയടിച്ച് കടന്നു കളഞ്ഞത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെയാണ് കൊള്ളക്കാരെ തിരിച്ചറിഞ്ഞത്. സംഘത്തിലെ 3-ാമനെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അധികം വൈകാതെ തന്നെ ഇയാളെ പിടികൂടാനാകുമെന്നാണ് കരുതുന്നതെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.